മക്കളെ വൈദേഹി ഞാൻ കാത്തിരുന്നാണ്. ഓ എങ്ങനെ പാടിയെന്നറിയാം, അടിച്ച് പൊളിച്ച മേളിലൊക്കെ പാടിയപ്പോ മലബാരം പൂത്ത് ഒന്നും കൊണ്ടൊന്ന് കേൾപ്പിക്കാവോ? വലിയ കേടി കൊടുത്തോ. എന്തോ ഇത്. അതുപോലെ ഉയ്ത് മറിച്ച് എന്ന് പാടി. അങ്ങനെയാണോ പാടിയത്? അല്ലേ ഞാൻ കേട്ടത് എന്റെ ചെവിക്ക്. എങ്ങനെയാ പാടിയത്? മീനൂട്ടിയെ എനിക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മളെല്ലാരും അങ്ങനെ പക്ഷെ ഇപ്പൊ പാടിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ വെള്ളാട്ടം അതിന്റെ അവര് ട്യൂൺ അടിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നി. അതാണ് പ്രശ്നം. അവരിരുന്ന് ട്യൂണിട്ട് കൂട്ടുക്കൊന്ന് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നു ഉയ്തൊന്നൊക്കെ അല്ലേ? മീനൂട്ടിക്ക് അങ്ങനെ തോന്നില്ലേ ഡേയിന്? അതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്കൊരു പെനാൽറ്റി കൊടുക്കാം, നമുക്കൊരു ശിക്ഷ കൊടുക്കാം. എന്താന്നറിയോ, ഇവർക്ക് നമുക്ക് നല്ല വെട്ടത്തിരുത്തി ഊണ് കൊടുക്കാം, എന്നിട്ട് ഇരുട്ടത്ത് കിടത്തി ഹാപ്പി ആയല്ലോ. ഓക്കെ നോക്കിക്കോ. അല്ല അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നേ. ചില സമയത്ത് റിമി ഒന്നും അറിയാത്ത ഒരു കുട്ടിയായി മാറും. ഇത് പണ്ടുപോലെ പറയണതാണ്. ഇത് നല്ലതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം തെറ്റെന്ന് ഞാൻ ആലോചിച്ചത്. റിമി അതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തു. ഇതിൽ ആരെ തീറ്റിപ്പിക്കാനാ തോന്നുന്നു നോക്കിക്കേ ശരിക്കും. ഏത് ചേട്ടനെ ആർക്കാ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് നമ്മുടെ വാക്കുകൾ പോവാൻ? ആള് മുങ്ങി. കീബോർഡ് ഈ വിവരം നേരത്തെ അറിയാം, ചേട്ടൻ അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മോളെ നീ രസായി പാടിയേട്ടാ. ഇതില് ട്യൂൺ ചെയ്യുന്ന ഗിറ്റാർ മാമനെ ഇഷ്ടം. ട്യൂൺ ചെയ്യുന്നു. ഏത് ഗിറ്റാർ മാമൻ? ശശിമാമനാ? ഏത് ഗിറ്റാർ? രണ്ടുപേരെയാണ് ശശിമാമ. നിങ്ങൾ ട്യൂൺ ചെയ്യുന്ന കാര്യം എല്ലാരും അറിഞ്ഞു. ശശിമാമനും സുബിൻ മാമനും. മോളെ ടക്കരെ ഇങ്ങോട്ട് നോക്കിയേ. യോ ഗംഭീരായിട്ട് പാടി. ഇത് ലിറ്റിൽ ഏഞ്ചലായിരുന്നോ? പിന്നെ ഞാൻ വിശ്വസിക്കത്തില്ല. കണ്ടസ്റ്റന്റ് ആക്ക്. ലിറ്റിൽ ഏഞ്ചല് നിക്കണ്ട. സീസൺ 6 ആദ്യം വരും. സീസൺ 6 വരും. ഒരു പേടിയിലാണ്. കറക്റ്റ് ലിറിക്സും മറക്കാതെ ട്യൂണും പാടി എല്ലാ സംഗതിയും പാടി കൂളായിട്ട് അങ്ങ് പാടി കേട്ടോ. ഉഗ്രൻ സൂപ്പർ. ഉമ്മ വൈദേഹി കുട്ടി, സുന്ദരി കുട്ടി, നന്നായിട്ട് പാടിയല്ലോ. അസലായിട്ട് പാടിട്ടോ. എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ നേരത്തെ പാടിയ ആ ഹൈ പിച്ച് പോർഷനും പിന്നെ ആ വായോ വായാടിക്കിളി എന്ന് പാടിയില്ലേ, എങ്ങനെയായിരുന്നു അത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചത്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.